സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. ഇന്നും നാളെയും 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് ഇന്ന് മഴ മുന്നറിയിപ്പുള്ളത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും, കർണാടക തീരത്ത് 23 വരെയും മീൻപിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗോപാൽ ശീലാസനൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഗോപാൽ, ചൊവ്വാഴ്ച വരെ ഈ രീതിയിൽ മഴ തുടരും എന്നുള്ളതാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഏതൊക്കെ ജില്ലകൾ എത്രത്തോളം ജാഗ്രത പുലർത്തണം? മഴയുടെ സ്വഭാവം എങ്ങനെയായിരിക്കും? വിവരങ്ങൾ എന്താണ് ഗോപാൽ ശീലാസനൽ? റീജിത്ത്, ശ്രുതി, 23-ാം തീയതി വരെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. ഈ ദിവസങ്ങളിൽ മഴയൊന്ന് മാറി നിന്നിരുന്നുവെങ്കിലും വീണ്ടും താൽക്കാലികമായി ഒന്ന് കൂടി ശക്തിപ്പെടും എന്നതാണ് ഈ അറിയിപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് നാളെ കൃത്യമായി പറയുകയാണെങ്കിൽ 8 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. 8 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് നൽകിയിരിക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് ഇന്നും നാളെയും ഇത്തരത്തിൽ യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത്. 23-ാം തീയതി കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട്. ഈ ജില്ലകളിൽ 115 മില്ലിമീറ്റർ വരെ ശക്തമായി മഴ പെയ്യാനുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെടുന്നത്. മഴ മാത്രമല്ല ഇതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ശക്തമായ ഇടിമിന്നലിനും ശക്തമായ കാറ്റിനുമുള്ള സാധ്യത കൂടി പ്രവചിക്കപ്പെടുന്നുണ്ട്. 40 മുതൽ 50 വരെ കിലോമീറ്റർ വേഗത്തിൽ മഴയ്ക്കൊപ്പം തന്നെ ശക്തമായി കാറ്റ് വീശും. കൂടാതെ ഇടിമിന്നലിനുള്ള സാധ്യത കൂടി ഈ ഘട്ടത്തിൽ പ്രവചിക്കുന്നുണ്ട്. തീരദേശ മേഖലയിലും മലയോര മേഖലകളിലും താമസിക്കുന്നവർ കൃത്യമായി തന്നെ ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട് എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും അറിയിപ്പിൽ പറയുന്നത്. കാരണം മലയോര മേഖലയിൽ ഉരുളുപൊട്ടലിനോ മണ്ണിടിച്ചിലിനോ ഉള്ള സാധ്യതയുണ്ട്. ആ സാധ്യത ഉള്ളതിനാൽ തന്നെ എന്തെങ്കിലും അപകട സാധ്യതയുണ്ട് എന്ന തോന്നലുണ്ടാവുകയോ അറിയിപ്പുകൾ ലഭിക്കുകയോ ചെയ്താൽ വേണ്ട ഇടപെടൽ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് അറിയിക്കുന്നു. കൂടാതെ തന്നെ തീരദേശ മേഖലകളിൽ ഉയർന്ന തിരമാലകൾക്കും ശക്തമായ കാറ്റിനുമുള്ള സാധ്യതയുള്ളതിനാൽ അവിടെയും കൃത്യമായി ഗോപാൽ ശീലാസനൽ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. സംസ്ഥാനത്ത് മഴ തുടരും. ഇന്ന് 8 ജില്ലകളിൽ യെല്ലോ അലേർട്ട് നിലനിൽക്കുകയാണ്.